ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രജനിയാണെന്നുണ്ടെങ്കിൽ ഇഷിതേനെ മഹേഷിനെ വല്ലാതെ നാണം കെടുത്തുമ്പോഴേക്കും മഹേഷ് പറയണ്ട്, അതെ ഞാൻ ഇവിടെ ആദ്യം വിളിച്ചപ്പോ തന്നെ വന്നത് വേറൊന്നിനും അല്ല, നിങ്ങളുടെ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. ഇഷിതയുടെ ഒരു ദിവസം ആദ്യനെ കൊണ്ട് ആദ്യം മാപ്പ് പറയിപ്പിച്ചിരുന്നു. അതിന് തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ആദ്യനെ കൊണ്ടിട്ട് തന്നെ ഇഷിതയുടെ മാപ്പ് പറയാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ ഇഷിതയുടെ നല്ല മനസ്സ് കാരണം ഇഷിത പറഞ്ഞു മാപ്പ് പറയണ്ടെന്ന്. കാരണം എന്താ, അവൾക്ക് നമ്മുടെ ആദി സ്വന്തം മകനാണ്. അത് ചിലപ്പോ നിനക്ക് ഇന്ന് മനസ്സിലാവില്ല, നാളൊരു സമയത്ത് ആദി നിന്റെ അടുത്തുനിന്ന് ചാടി ഇഷിതയുടെ അടുത്തേക്ക് വരും. ഒരിക്കലുമില്ല മഹേഷ്, എന്റെ മോൻ എന്റെ അടുത്തുനിന്ന് ഒരിക്കലും വരില്ല. ആര് പറഞ്ഞു വരില്ലെന്ന്? അത് നിന്റെ മാത്രം മോനല്ല, എന്റെയും കൂടി മോനാണ്. നിന്റെ മാത്രം രക്തമല്ല അവന്റെ ശരീരത്തിൽ ഓടുന്നത്, എന്റെയും കൂടി രക്തമാണ്. അതുകൂടി നീ ആലോചിച്ചാൽ കൊള്ളാം. എത്ര നാൾ നീ അവനെ പിടിച്ചു വെക്കോടി? അവനൊരു ആൺകുട്ടിയാണ്, അവനിപ്പോ ഒരു 10-11 വയസ്സ്. നാളൊരു സമയത്ത് ഒരു 15 വയസ്സൊക്കെ കഴിയുമ്പോൾ അവൻ സ്വയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും പല കാര്യങ്ങളും. അവനെ കാര്യങ്ങൾ ഗൗരവവും ആരാണ് തെറ്റെന്നും ആരാണ് ശരിയെന്നൊക്കെ അവനെ മനസ്സിലാക്കാനുള്ള കഴിവ് വരും. അന്ന് അവൻ പറയും, എന്റെ അമ്മ ഒരു ചീത്തയാണ്, എന്റെ അമ്മ നിങ്ങൾ രചന ഒരു ചീത്തയാണെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വരും. അന്ന് ഞാൻ അവനെ 2 കൈകെട്ടി നീട്ടി സ്വീകരിക്കും. ഞാനല്ല, ഞങ്ങൾ 2 കൈകെട്ടി സ്വീകരിക്കും. പിന്നെ ചിലപ്പോ നാളെ ഇഷിതയും പ്രസവിക്കുമായിരിക്കും. ഇഷിത അങ്ങനെ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛനെ ഈ ഞാൻ തന്നെയായിരിക്കും, ഈ മഹേഷ് ചന്ദ്രൻ. ചിപ്പിക്കും ആദിക്കും അടുത്ത ഒരു അനിയനോ അനിയത്തിയോ ചിലപ്പോ ഉണ്ടാകും. അപ്പൊ ആ കുഞ്ഞിന് ശരിക്കും പറഞ്ഞ ഒരു അച്ഛനുണ്ട്, ഞാനാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ. പക്ഷെ രചന, നീ നാളെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാല് ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ്? ഓ, അങ്ങനെ പറയാനേ പറ്റില്ല, അതൊരു അവിഹിത സന്തതിയാവും. കാരണം നിന്റെ കഴുത്തിൽ ആകാശത്താലി കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ നീ ഗർഭിണിയായി കഴിഞ്ഞാൽ അതൊരു അവിഹിത സന്തതി ആവുള്ളൂ എന്ന് പറയുമ്പോ രചനക്ക് ദേഷ്യം വന്നിട്ട് രചന മഹേഷിന്റെ മുഖത്തേക്ക് അടിക്കാൻ പോകുമ്പോഴേക്കാണ് ഇഷിത കൈ കയറി പിടിക്കുന്നത്. എന്റെ ഭർത്താവിനെ തൊട്ടു പോകരുത്, എന്റെ കൺമുമ്പിൽ എന്റെ ഭർത്താവിനെ കൈ വീശുകയോ എന്റെ ഭർത്താവിനെ സൂക്ഷിച്ചു നോക്കുകയോ ചെയ്താൽ നിന്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കും. വാ മഹേഷ് എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ കൈയും പിടിച്ച് ഇഷിത സ്ലോ മോഷനിൽ നടന്നു പോവാട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ചിപ്പിയും സൂരജൊക്കെ ആന് കൈയടിക്കാണ്. ആദിക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. ആദി പറയണ്ട, അമ്മേ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രചനയും കൂട്ടിക്കൊണ്ട് പോകുവാട്ടോ തിരിച്ച്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇഷിത. വീട്ടിലേക്ക് എത്തുമ്പോ തൊട്ട് ഇഷിതക്ക് വല്ലാത്തൊരു തലവേദനയും എന്തോ ഒരു തലകറക്കമൊക്കെ പോലെ, വേറൊന്നുമല്ല ഉറക്കം ശരിയാവാനിട്ടാണ് കേട്ടോ. അങ്ങനെ ഇഷിത വീട്ടിലെത്തുമ്പോ തന്നെ ഭയങ്കര തലകറക്കമൊക്കെ പോലെ. ആ സമയത്ത് മഞ്ജുമ ചോദിക്കണ്ടേ, എന്താ ഇഷിത, എന്തു പറ്റി നിനക്ക്? അറിയില്ല ചേച്ചി, എന്തോ വല്ലാത്തൊരു തലകറക്കം പോലെ. തലകറക്കോ? അതെ, എന്താന്ന് അറിയില്ല. അത് നിനക്ക് തലകറക്കം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? അത് ഇന്നലെ മുതൽ ചെറിയൊരു പ്രശ്നമുണ്ട് ചേച്ചി. അതേല്ലേ, നീ ഇന്നിവിടെ നിക്കേ എന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ മഞ്ജിമ സ്വപ്നവലിനെ വിളിച്ചോണ്ട് വരാൻ പോകുമ്പോഴേക്കും ഇഷിത അവിടെ തലകറങ്ങി വീഴാൻ പോകുക കേട്ടോ. സ്വപ്നവലിയും മഞ്ജിമയും കൂടി ഇഷിതനെ താങ്ങി പിടിക്കുന്നുണ്ട്. അയ്യോ മോളെ എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി സോഫയിൽ ഇരുത്തുവാണ് ഇഷിതേന. അതിനുശേഷം നമ്മുടെ മഞ്ജിമ പറയേണ്ട, അമ്മേ നമുക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല, എന്റെ അമ്മയെ ഇഷിത ഗർഭിണിയാണെന്ന്, മഹേഷിന് അടുത്ത കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന്. സത്യമാണ് മഞ്ജുമ നീ പറയണത്? ഓ, ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ 3 പ്രസവിച്ചതല്ലേ അമ്മേ? അതോ അമ്മ ഞങ്ങളെ ദത്തെടുത്തതാണോ? ഗർഭിണികളുടെ ലക്ഷണമെന്ന് കണ്ട അമ്മക്ക് മനസ്സിലാവില്ലേ? അപ്പോഴേക്കും കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എന്താ ഇവിടെ? ഇഷിതക്ക് എന്താ സംഭവിച്ചത്? ഓ, എന്റെ കൈലാസേട്ടാ, ഒന്നും പറയണ്ട, ഇഷിതയെ പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണെന്ന്. അത് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ കൈലാസേട്ടാ, ഒരു പെണ്ണിന്റെ ലക്ഷണങ്ങൾ കണ്ടാലും അവളുടെ സ്വഭാവത്തിലുള്ള മാറ്റം, അവളുടെ മുഖത്തിലെ മാറ്റം, അവളുടെ ശരീരത്തിലെ മാറ്റമൊക്കെ കണ്ടാൽ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും, അല്ലേ അമ്മേ? ശരിയാ മഞ്ജുമ പറഞ്ഞത്. ഞാൻ 2 ദിവസമായിട്ട് മോളെ ശ്രദ്ധിക്കുന്നു. മോൾക്ക് എന്തോ ഒരു വിളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോ, എന്തായാലും മഹേഷ് ഇവിടെ വരട്ടെ, ഇവിടെ അടിച്ചു പൊളിക്കണം. ഓ, ഞാൻ ഈ സന്തോഷ വാർത്ത പ്രിയാമ്മയുടെ അടുത്തൊന്ന് പോയി പറയട്ടെ. അമ്മ വെറും കൈയോട്ടാണ് പോയി പറയാൻ പോണത്? പിന്നല്ലാതെ. അമ്മ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ എടുത്തോണ്ട് പോമേ, സന്തോഷ വാർത്തയിലെ പറയാൻ പോണത്. അപ്പൊ സ്വീറ്റ്സ് ഒക്കെ വേണ്ടി പറയാനായിട്ട് അത് നീ പറ, ശരിയാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവലി അവിടെ ഉണ്ടായിരുന്ന സ്വീറ്റ്സ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് വാരി കൂട്ടിക്കൊണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ പ്രിയാമ്മയുടെ ഫ്ലാറ്റിന്റെ മുകളിൽ പോയി ബെല്ലടിക്കുവാണ്. പ്രിയാമണി വാതിൽ തുറക്കുന്നുണ്ട്. ഇതാരും സ്വപ്നവല്ലിയോ? കയ്യിൽ കുറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്താ സന്തോഷ വാർത്ത? ഞാൻ പറയുന്ന സന്തോഷ വാർത്ത കേട്ടാലേ നിങ്ങൾ തുള്ളിച്ചാടും. എല്ലാം മാഷില്ലേ ഇവിടെ? ഉണ്ടല്ലോ മാഷേ, മാഷേ. ഇതാര്? സ്വപ്നവല്ലിയോ? വാ അകത്തേക്ക് വാ. അകത്തേക്ക് വരാനൊന്നും സമയമില്ല കേട്ടോ, ഞാൻ അത്ര തിരക്കിലാണ്. എന്താണാവോ തിരക്ക്? അതെ, ഒരു സന്തോഷ വാർത്ത ഉണ്ടേ. സന്തോഷ വാർത്തയോ? അതെന്താ? എന്നാ കേട്ടോ, ഞാൻ സന്തോഷിക്കണേക്കാളും നിങ്ങളും ആ വാർത്ത കേട്ട സന്തോഷിക്കും. പ്രിയാമണി, പ്രിയാമണി വീണ്ടും ഒരു അമ്മൂമ്മയാവാൻ പോവാ. ഞാനും.
എന്താ സ്വപ്നവല്ലി പറയണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പ്രിയാമണി ഇഷിത മോള് ഗർഭിണിയാണെന്ന് സത്യമാണോ? പിന്നല്ലാതെ മോൾക്ക് ഈ 2 ദിവസമായിട്ട് വല്ലാത്തൊരു വിളർച്ചയൊക്കെ ഉണ്ട്. ശരിയാട്ടോ പറഞ്ഞത്. അവൾ ഇന്ന് രാവിലെ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആ മോള് ഗർഭിണിയാണ്. ഇനി മഹേഷ് ഒന്ന് വന്നോട്ടെ, മോളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോണം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടോന്നൊന്നും എനിക്ക് തോന്നണില്ല. അവളൊരു ഡോക്ടറല്ലേ, അവൾക്ക് അറിയാലോ എല്ലാം എന്ന് പറയാണ്. അതിനുശേഷം എനിക്ക് എന്റെ മോളെ കാണാൻ ധൃതിയായി. മാഷെ എത്രയും പെട്ടെന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചോണ്ട് പോവാ, ഞാൻ ഇപ്പൊ പോകാം എന്ന് പറയാണ്. അങ്ങനെ മാഷ് വേഗം സന്തോഷത്തോടു കൂടി തന്നെ നിലത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട്. മഹേഷ് ഇഷിതക്കാണെങ്കിൽ ഈ സത്യം എങ്ങനെ തുറന്നു പറയണോന്ന് അറിയാത്ത അവസ്ഥ. അങ്ങനെ മഹേഷ് വൈകുന്നേരം വരുന്നുണ്ട്. വരുമ്പോഴേക്കും ഇഷിത ഗർഭിണിയാണെന്നുള്ള വാർത്തയാണ് മഹേഷ് അറിയണ കേട്ടോ. ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ മഹേഷ് ഇഷിതയുടെ മുഖത്ത് നോക്കുമ്പോൾ പെട്ടുപോയി ഞാൻ എന്ന രീതിയിൽ ഇഷിത ഇങ്ങനെ കാണിക്കും കേട്ടോ. ശേഷം ഇഷിതയുടെ വിളിച്ചോണ്ട് മഹേഷ് റൂമിലേക്ക് പോകുന്നുണ്ട്. എന്താ ഇഷിത അത്? എല്ലാവരും താൻ ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക, തനിക്ക് വായ തുറന്ന് പറഞ്ഞൂടെ? ഞാൻ എങ്ങനെ പറയാനാ മഹേഷ്, ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല. എന്നത് വായ തുറക്കാൻ സമ്മതിക്കുന്നില്ല. റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ പാലും പഴവും ഒക്കെ വായിൽ വെച്ച് തന്നോണ്ടിരിക്കുക. എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. ഓ, ഇതിപ്പോ ഞങ്ങൾ എങ്ങനെയാണ് ഇതൊന്ന് അവതരിപ്പിക്കുക? എനിക്കറിയില്ല മഹേഷ്. മഹേഷ് എന്നെ പോയി പറ. അങ്ങനെ മഹേഷ് സത്യം പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും സ്വപ്നവല്ലിയൊന്നും അത് വിശ്വസിക്കത്തേ ഇല്ല കേട്ടോ. ഇല്ലില്ല, നീ പറഞ്ഞതൊന്നും സത്യമല്ല, ഇതിങ്ങനെയല്ല, അവള് ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി മഞ്ജിമയൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ കൈലാസ് പറയണ്ട്, അളിയ കൺഗ്രാചുലേഷൻ, ഞാൻ വന്നതിന്റെ ആ ഒരു ഐശ്വര്യം കൊണ്ടിട്ടാണ് എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷം ഇഷിതേനാണെങ്കിൽ സ്വപ്നവല്ലി പറയുന്നുണ്ട്, മോളെ എവിടെ എഴുന്നേറ്റ് പോകണ്ട കേട്ടോ, ഇവിടെ കിടന്നാ മതി, അമ്മ എല്ലാ സാധനങ്ങളും മോളുടെ അടുത്തെത്തിക്കാം, മോളെ ഞാൻ ഇനി മുതൽ ഊട്ടി ഉറക്കും. അപ്പോ എന്നെയോ എന്ന് ചിപ്പി ചോദിക്കുമ്പോ, എടാ നീ എന്റെ കണ്ണനല്ലേ, ഇനി അമ്മക്ക് ഒരു കുഞ്ഞാവ് കൂടി വരാൻ പോവാ, സത്യമാണോ? പിന്നെ സത്യമല്ലാതെ മോൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അനിയനോ അനിയത്തിയോ വേണമെന്നോ? പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി അമ്മ ഒരു 10 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞാവനെ മോളുടെ കയ്യിൽ വെച്ച് തരും എന്ന് പറയുമ്പോൾ ചിപ്പിക്കും സന്തോഷമാവണം. അതിനുശേഷമാണെങ്കിൽ മഹേഷിന് ആകെ പ്രാന്ത് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാട്ടോ അരുന്ധതിയുടെ ഒരു ക്വാർട്ടേഴ്സ് വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോഴോ അവിടെ ആകാശ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. ആകാശ് പറയണ്ട്, അതെ നീ എന്താ അവിടെ പാദസേവ ചെയ്യാൻ വേണ്ടി വന്നതാണോ? ഇനി വന്നിട്ട് ഒരു കാര്യമില്ല മഹേഷ്, ഞാനേ അവരായിട്ട് ഡീൽ ഉറപ്പിച്ചു, പണത്തിന് മോളിൽ ഒരു അരുന്ധതിയും പറക്കില്ല. നീ എന്തൊക്കെയാ പറയണത്? സത്യയുടെ പറയണത്. ഹിന്ദുസ്ഥാൻ കമ്പനി ഞാൻ വാങ്ങിക്കും, അതിന്റെ വാക്കുറപ്പിക്കൽ കഴിഞ്ഞു എന്ന് പറയാണ്. അത് കേൾക്കണം മഹേഷിന് ആകെ ടെൻഷൻ ആവാട്ടോ. ആകെ എന്തൊക്കെയോ പോലെ തോന്നണം മഹേഷ്. അപ്പൊ അരുന്ധതി മേള ചതിച്ചോ എന്ന രീതിയിൽ. ശേഷം ആകാശ് പറയുന്നുണ്ട്, ഇപ്പൊ നിനക്ക് നിന്റെ കമ്പനി പോയി, നാളെ നിന്റെ ഭാര്യയും പോടാ ഇഷിത, അവള് ഞാൻ നേരത്തെ നോട്ടിട്ടതാണ്, നീ നോക്കിക്കോടാ, അവളെ ഞാൻ കൊണ്ടുപോകും എന്ന് പറയാണ്. അത് കേൾക്കുന്നത് മഹേഷ് ആകാശിനെ മുഖം അടിച്ച് പൊട്ടിക്കുക കേട്ടോ. ശേഷം മഹേഷ് വേഗം തന്നെ അരുന്ധതി മേഡത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മേഡം എന്തൊക്കെയാ മേഡം കേൾക്കണത്? ആകാശ് എന്തിനാ വന്നത്? അവൻ വന്നത് എന്ത് ചെയ്യാണെന്നോ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. മഹേഷ് അകത്തേക്ക് വാ. അവൻ വന്നത് കമ്പനി വാങ്ങിക്കാൻ തന്നെയാണ്, ഞാൻ അവനെ പിണക്കി വിട്ടൊന്നുമില്ല. അവൻ കുറച്ച് സന്തോഷിക്കട്ടെ. കാരണം എന്താണെന്നറിയാവോ, ഇപ്പൊ നമ്മൾ കമ്പനി കൊടുക്കണ്ടെന്ന് അവൻ അറിയുമ്പോൾ അവന്റെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ അവനങ്ങനെ മറക്കട്ടെ. പക്ഷെ നാളെ ഈ കമ്പനി ഞാൻ കൈമാറാൻ പോണത് ആർക്കാന്നറിയാവോ? മഹേഷിന്. അതായത് എന്റെ മോളുടെ ഭാവി വരന്റെ ചേട്ടന എന്ന് പറയാണ്. മഹേഷിനെ സന്തോഷമാവാട്ടോ. അതിന് അരുന്ധതി പറയുന്നുണ്ട്, പക്ഷെ മഹേഷ് വേറൊരു കാര്യം, ഈ വിവാഹം നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആകാശിനെ തന്നെ ഈ ഇത് കൊടുക്കും എന്ന് ഹിന്ദുസ്ഥാൻ കമ്പനി കൊടുക്കും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മഹേഷിന് വീണ്ടും ടെൻഷനും അതുപോലത്തെ വെപ്രാളവും ഒക്കെ ആവാട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.